നമുക്ക് കുറച്ച് മുളക് പറിക്കാൻ പോകട്ടെ. ഇവിടെ അമ്മ കുറച്ച് മുളക് കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു കുട്ടി വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് മുളകുണ്ട് കേട്ടോ, നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഓൺ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ആ വീഡിയോയിൽ എനിക്ക് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല. ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സൗണ്ട് ഭയങ്കര കുറവാണ്. കഴിഞ്ഞ തവണ ചതുരപ്പയറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മുളക് പറിക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ടെറസിൽ അമ്മ ഒരുപാട് ടൈപ്സ് ഓഫ് മുളക് നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാൻ നമുക്ക്. ഇത് പച്ചമുളക് കേട്ടോ, നമ്മുടെ നാടൻ പച്ചമുളകാണ്. ഇത് ഒരു തൈ മാത്രമേ മുകളിലുള്ളൂ. ആ ഒരൊറ്റ തൈയിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ മുളക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയുള്ളൂ നമ്മളിതൊന്ന് പറിച്ചിട്ട്. എന്നാൽ പോലും നമുക്ക് ഇഷ്ടം പോലെ മുളക് കിട്ടി. അധികം പഴുക്കാത്ത മുളക്, അതിൽ ഒരെണ്ണം മാത്രമേ പഴുക്കുന്നുള്ളൂ. ഇത് പറിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മളെ മൂക്കിലോട്ട് അടിച്ചു കയറും. അതിരി എരിവുമാണ് കേട്ടോ ഈ ഒരു മുളക്. ഒരൊറ്റ മുളക് കണ്ട, ഈ ഒരു ചെറിയ പഴുത്ത മുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ദച്ചുൻ കയ്യിലൊക്കെ തൊടുന്നുണ്ട്. പിന്നെ അധികം കയ്യിൽ എരിവാവാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ നിർത്തിക്കും കേട്ടോ. പിന്നെ നമ്മളൊക്കെ കൈയൊക്കെ കഴുകി സെറ്റാക്കി കൊടുക്കും കേട്ടോ. ഇത്രയും മുളക് നമുക്ക് ഒരൊറ്റ തൈയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ടൈപ്പ് മുളക് കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മുടങ്കൊല്ലി മുളകെന്ന് നമ്മുടെ ഈ സൈഡിലോട്ട് പറയും. പിന്നെ ഉണ്ടമുളകെന്ന് പറയും. ഭയങ്കര എരിവാണ്. ഇത് കഴിച്ചിറങ്ങി പോകുന്നത് അറിയും. അമ്മാതിരി എരിവാണ്. കപ്പയുടെ കൂടെയൊക്കെ ചമ്മന്തിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ മുളക് ഇടാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് റോക്കറ്റ് മുളക്, ഐ തിങ്ക് റോക്കറ്റ് മുളക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതും അധികം എരിവില്ലാത്ത മുളക്, അല്ലെങ്കിൽ ബജ്ജി മുളകും ഈ ഇതുപോലത്തെ തന്നെയാണ്, പക്ഷെ ഇതധികം എരിവില്ല. പിന്നെ എൻ്റെ അമ്മയുടെ വെണ്ട കൃഷിയുണ്ട് കേട്ടോ. പിന്നെ ഇത് തന്നെ പച്ചമുളകിൻ്റെ തൈ അമ്മ നട്ടിക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകല്ല, ഉടങ്കൊല്ലി മുളകിൻ്റെ തൈ അമ്മ നട്ടിക്കുന്നത് കേട്ടോ. ഇതമ്മ കുറച്ചധികം നട്ടിട്ടുണ്ട്. കാരണം ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഒരുപാട് പേര് ഇതിൻ്റെ വിത്തും മുളകൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നട്ടിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാടൻ കോവയ്ക്കയല്ല. ഞാൻ എവിടെ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വാങ്ങിച്ചു. ഏകദേശം ഒരു 7 വർഷമായി കേട്ടോ ഈ കോവയ്ക്ക ഇവിടെ ഉണ്ടായിട്ട്. ഇപ്പോൾ അതിൽ നിന്നൊരു തൈ എടുത്ത് അമ്മ ഇങ്ങോട്ട് മാറ്റി നട്ടതാണ്. ഇതും അത്യാവശ്യം നമുക്ക് കോവയ്ക്ക ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിയ കോവയ്ക്കയാണ്. ചതുരപ്പയറൊക്കെ ഉണങ്ങി. ഇപ്പോൾ ചതുരപ്പയറിൻ്റെ വിത്തുകൾ മാത്രമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ചതുരപ്പയറിൻ്റെ വിത്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അയച്ചു തരാം കേട്ടോ. അത്യാവശ്യം ഒരു കറിക്കുള്ള സംഭവമൊക്കെ നമ്മുടെ ടെറസിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ അമ്മ മുരിങ്ങയില പറിക്കുന്നതാണ്, മുരിങ്ങയില തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദച്ചൂടെ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുകളിൽ തന്നെ നമുക്കിപ്പോൾ വെണ്ടയുണ്ട്, മുളകുണ്ട്, മുരിങ്ങയിലുണ്ട്, മുരിങ്ങയ്ക്ക് ഇടയ്ക്കൊക്കെ കിട്ടും, ചതുരപ്പയറുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തിനി ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പറിക്കാൻ വരുമ്പോഴത്തേക്കും അടുത്ത് ലോങ് വീഡിയോ ഇടാം കേട്ടോ. ഇതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കണ്ണിന് ഭയങ്കര കുളിർമ കിട്ടുന്ന കാഴ്ചയാണ് കേട്ടോ. ദച്ചുവാണെങ്കിൽ ഇതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇതൊക്കെ പറിക്കാനും ഇതുവഴി ഇങ്ങനെ. പിന്നെ അവളെല്ലാം സൂക്ഷിച്ചാട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.